ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ആദ്യമേ തന്നെ പറയട്ടെ, ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ലൈറ്റ് ഫ്യൂസ് ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് വെട്ടം കുറച്ച് കുറവായിരിക്കും. കഴിഞ്ഞ ദിവസം ഫ്യൂസ് ആയത് മാറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറേ കമൻസുകൾ കുറേ ദിവസമായിട്ട് ഞാൻ നോക്കുന്നില്ല. ഇന്ന് നോക്കിയപ്പോൾ കുറേ കമൻസുകൾ കിടക്കുന്നത്. അപ്പോൾ ഓരോരോ കമൻസ് ഞാൻ വായിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ തരാം, എനിക്ക് അറിയുന്നതാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഓളം എന്ന് പറയുന്ന പേജ് ചോദിച്ചിട്ടുണ്ട്, എഫ് പി ഡാഷ്ബോർഡ് ലെവൽ 3യെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ലെവൽ 3 ഡാഷ്ബോർഡ് ലെവൽ 3 എന്തായിരുന്നു അതിനകത്ത് എന്താ ഡൗട്ട് ഉള്ളതെന്നുള്ളതൊന്ന് പറയണേ. ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ്. അതിനകത്ത് എന്താണ് ഡൗട്ട് ഉള്ളതെന്നുള്ളതൊന്ന് പറഞ്ഞേക്കണേ. നെക്സ്റ്റ് ക്രിയേറ്റർ പേർക്ക് ട്രോഫി അത് വന്നിട്ടുണ്ട്. എഫ് ബി പേജിൽ എന്താണെന്ന് അറിയുമോ? ക്രിയേറ്റർ പെർക്ക് ട്രോഫി എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യലി ഒരു ബെനിഫിറ്റ് ഉള്ള സാധനമല്ല കേട്ടോ. എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുമൊന്നുമില്ല. ക്രിയേറ്റർ പെർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ അച്ചീവ്മെൻറ്റ് മീൻസ് നമ്മളിപ്പം 1000 വ്യൂ കിട്ടിക്കഴിയുമ്പോൾ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈച്ച് 1000 വ്യൂവിന് നമുക്ക് എന്താ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മളൊരു 1000 വ്യൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഫേസ്ബുക്ക് തരുന്ന ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അങ്ങനെയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഒരു 10,000 വ്യൂ കിട്ടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ലൈക്ക് കിട്ടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇത്ര റിയാക്ഷൻ നമ്മുടെ പേജിന് വരുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണെന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എത്രയ്ക്കാണെന്നുള്ളത് അറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങളിപ്പോൾ അതിനകത്ത് വലുതായിട്ട് ചെയ്യണമെന്നോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് ബെനിഫിറ്റ് ഉണ്ടെന്നോ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. അതിനൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കേട്ടോ. അടുത്തത് പൈസ ബാങ്ക് അക്കൗണ്ടിൽ വരാൻ എന്തെല്ലാം ചെയ്യണം? റീച്ചും വ്യൂവേഴ്സും എല്ലാം ഉണ്ട്. അക്കൗണ്ട് എങ്ങനെ ബാങ്കുമായി ലിങ്ക് ചെയ്യും? ഒന്ന് വിശദമായി പറഞ്ഞു തരാമോ? മോണിറ്റൈസ് ആയ പേജ് ആണോ ഈ ചോദിക്കുന്നത്? ഇത് നിങ്ങളുടെ ഡാഷ്ബോർഡ് മീൻസ് നമ്മുടെ അക്കൗണ്ട് ഡാഷ്ബോർഡിലേക്ക് ആക്കിയതാണോ അതോ ഒറിജിനൽ പേജ് ആണോ? ഒറിജിനൽ പേജിന് ലൈക്കും റീച്ചും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ബാങ്കിലോട്ട് പൈസ വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തോ? മോണിറ്റൈസ് ആയോ പേജ്? നിങ്ങൾ ഇൻ കേസ് മോണിറ്റൈസ് ആയിട്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡാഷ്ബോർഡിൽ പോയിട്ട് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് മെറ്റാപസിന് സ്യൂട്ട്, അത് ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ മോണിറ്റൈസ് ആയതിനു ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്. ഫേസ്ബുക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇടാൻ തുടങ്ങി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആയതിനു ശേഷമാണ്. അതിന് ശേഷം എൻ്റെ മോണിറ്റൈസ് ആയ പേജുകളെല്ലാം തന്നെ സെയിം ബാങ്ക് അക്കൗണ്ടും സെയിം മെയിൽ ഐ ഡിയിൽ എടുത്തേക്കുന്ന ആയതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഓട്ടോ കണക്റ്റഡാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെയും എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് വിശദമായിട്ടൊന്ന് പറയാമോ? മീൻസ് നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടൊക്കെ അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യേണ്ട കേട്ടോ. നമുക്ക് യൂട്യൂബിനകത്ത് നമുക്ക് എന്താ പറയുന്നത് ആഡ്സെൻസ് അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസത്തെ റവന്യൂ അടുത്ത മാസത്തിൽ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. സ്മൂത്തായിട്ട് പോകുന്ന പേജ് ആണെങ്കിൽ ഈ മാസത്തെ നിങ്ങളുടെ പൈസ അടുത്ത മാസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും കേട്ടോ. ഇനി ആ ഒരാൾ ചോദിക്കുന്നത് നമ്പർ തരുമെന്ന് വെച്ചാൽ അബുദാബിയിലുള്ള എന്നെ നിങ്ങൾ എങ്ങനെ വിളിക്കാനാണ്? അടുത്ത മലയാളം പാട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നത്, നോൺ കോപ്പിറൈറ്റഡ് ഫേസ്ബുക്ക് മ്യൂസിക്കിനെ കുറിച്ചിട്ട് ചോദിക്കുന്നത്. അതിനകത്ത് മലയാളം പാട്ടുകൾ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ ഇപ്പം കുറേ ലൈസൻസ്ഡ് മ്യൂസിക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇട്ട വീഡിയോയിലാണ് കമൻറ്റ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അച്ചൂസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു പേജാണ് ചോദിച്ചേക്കുന്നത്. കുറേ നാളുകൾക്ക് മുന്നേ ഇട്ടേക്കുന്ന ഒരു വീഡിയോയുടെ താഴെയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇപ്പം കുറേ മാറ്റങ്ങൾ ഫേസ്ബുക്കിന് വന്നിട്ടുണ്ട്. മലയാളം പാട്ടുകളൊക്കെ ഒത്തിരി ഉണ്ട്, ലൈസൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ പേജിന് ഒരു പ്രോബ്ലം വരത്തില്ല കേട്ടോ. അടുത്തതായിട്ട് 9.8 ബോണസ് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് അടുത്ത നിങ്ങളുടെ റവന്യൂ 100 ആകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 100 ആകുമ്പോഴതല്ല, അടുത്ത പേ ഔട്ട് ആകാനായിട്ട് 100 ആ റേറ്റിന് അതിനടുത്തെത്തിയെങ്കിൽ ഒരു $9 കൂടെ കുറവാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് വരും. അടുത്ത റവന്യൂ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും വന്നിരിക്കും കേട്ടോ. അത് 100 വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത റവന്യൂവിൻ്റെ കൂട്ടത്തിൽ വരും.
അടുത്ത വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന കോൺടാക്ട് നമ്പർ ഒന്ന് തരാമോ? കോൺടാക്ട് നമ്പർ തരാൻ ഒരു മാർഗവും ഇല്ല, ഞാൻ അബുദാബിയിലാണ്. അടുത്ത് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആൾക്കാർ ചോദിച്ച് ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇരുന്ന് ഇടാൻ. ഞാൻ സമയം പോലെ എൻ്റെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഒരു ഡൗട്ട്, നമ്മുടെ റീൽസ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഷെയർ ബട്ടൺ ഓണാക്കി ഫേസ്ബുക്കിലേക്ക് ഓൾറെഡി പോകുന്നതാണോ നല്ലത്, അതോ ഫേസ്ബുക്കിൽ നേരിട്ട് റീൽസ് ഇടുന്നതാണോ നല്ലത്? ഇൻസ്റ്റഗ്രാം ഷെയർ ടു ഫേസ്ബുക്കിലേക്ക് റീൽസ് പോകുന്നത് മോണിറ്റൈസേഷന് പ്രശ്നമുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരാമെന്ന്. അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴി ഇടുമ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഞാൻ ഒന്നിച്ചാണ് ഇടാറ് കേട്ടോ. മിക്കവാറും ഞാൻ മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ ഒന്നിച്ച് തന്നെയാണ് വീഡിയോ ഷെയർ ചെയ്യാറ്. ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലെ മെമ്പറാണ് നമ്മൾ അതിനകത്ത് കൂടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ട് കാണിക്കും. ഇൻസ്റ്റയിലായിട്ട് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുമ്പം ചില ലിമിറ്റേഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഒന്നിച്ച് തന്നെ ഇടുന്ന ഒരു പ്രോബ്ലം ഇല്ല നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഒന്നിച്ച് തന്നെ ഷെയർ ചെയ്തോളൂ, ഒരു പ്രോബ്ലം ഇല്ല. അടുത്തതായിട്ട് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി എന്ന് പറയുന്നത്, റീൽസ് ബോണസിന് ഇൻവിറ്റേഷൻ ആർക്കോ PM ക്രിയേഷന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം, കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അടുത്തതായിട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൻ്റെ അവിടെ ഷോ യുവർ പ്രൊഫൈൽ ഈസ് വെരിഫൈഡ്, സൈൻ അപ്പ് ഫോർ എ വെരിഫൈഡ് ബാച്ച് അക്കൗണ്ട്, പ്രൊട്ടക്ഷൻ സപ്പോർട്ട് ആൻഡ് മോർ എന്ന് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരാമോ? വെരിഫൈഡ് ബാഡ്ജിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി നോക്കിക്കോളൂ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. വെരിഫൈഡ് ബാഡ്ജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേജ് നമ്മളാണ് യഥാർത്ഥമായ ആൾ. പലരുടെയും പേരിൽ ഫേക്ക് അക്കൗണ്ടുകളും ഫേക്ക് പേജുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ പേജ് ഈ ഹാക്കേഴ്സ് ഒന്നും കൊണ്ടുപോകാതിരിക്കാനും, ഇത് നമ്മുടെ പേജാണ്, നമ്മൾ തന്നെയാണ് ഈ ആള് എന്ന്. ഇപ്പൊ റിനി സുരജ് എന്ന് പറയുന്ന ഒരു പേജ് വേറൊരാൾ നിങ്ങൾക്ക് വേണേലും ക്രിയേറ്റ് ചെയ്യാം, എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട്. അത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ ആർക്കും ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റില്ല. അതേസമയം വെരിഫൈഡ് ബാഡ്ജ് ഉള്ളവർ 101% അവരായിരിക്കും റിയൽ. അതായത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ എല്ലാ പ്രൂഫും കൊടുത്തിട്ടാണ് നമ്മൾ വെരിഫൈഡ് ബാഡ്ജ് മേടിക്കുന്നത്. അതായത് ആ ബ്ലൂ ടിക്കിൻ്റെ കാര്യം വെരിഫൈഡ് ബാഡ്ജ് എന്ന് പറയുന്നത്. ചിലരുടെയൊക്കെ പേരിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ടിക്ക് കാണുമല്ലോ, ബ്ലൂ ടിക്ക്. നേരത്തെ നമുക്ക് അത് ഫേസ്ബുക്കിന് ഫ്രീ ആയിരുന്നു കേട്ടോ. വെരിഫൈഡ് ബാഡ്ജ് കിട്ടുന്നത് നേരത്തെ ഫ്രീ ആയിരുന്നു. ഇപ്പം മന്ത്ലി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. എത്രയോ ഡോളർ കൊടുത്തിട്ട് നമ്മൾ മേടിക്കണം. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ എത്രയോ ദറംസ്, ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എത്രയോ ദറംസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മളത് പേയബിൾ ആക്കിയിട്ടുണ്ട് ഫേസ്ബുക്ക്, എന്താണെന്ന് അറിയില്ല. ഈവൻ യൂട്യൂബിൽ പോലും നേരത്തെ എനിക്കൊന്ന് യൂട്യൂബിൽ ഇപ്പോൾ പേയബിൾ ആക്കിയെന്ന് തോന്നുന്നല്ലോ. മറ്റേ 100K സബ്സ്ക്രൈബേഴ്സ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ടിക്ക് ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇപ്പം പേയബിൾ ആക്കിയെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട സാധനമാണ് ആ ബ്ലൂ ടിക്ക്. അതിനെയാണ് പറയുന്നത് ഷോ യുവർ പ്രൊഫൈൽ വെരിഫൈഡ് എന്ന ബ്ലൂ ടിക്ക് വരുന്നതിന് കേട്ടോ. ആ ബ്ലൂ ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സംശയിക്കേണ്ട കാര്യമില്ല, അത് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടാണ്. ചില ബിസിനസ്സുകാരൊക്കെ മെയിനായിട്ട് അത് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ബിസിനസ്സുകാരെന്നുണ്ടെങ്കിൽ ഈ ക്ലോത്ത്സിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ പേരിൽ ചിലപ്പം വേറെ ആൾക്കാർ വേറെ പേജൊക്കെ തുടങ്ങും. അപ്പോൾ ഇത് ഞങ്ങൾ ആണ് ഇതെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെരിഫൈഡ് ബാഡ്ജ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ഹലോ ചേച്ചി, ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആയി, ഇനി വീഡിയോയിൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെക്കുക? അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആവുമോ അതോ നമ്മൾ തന്നെ ചെയ്യണം? ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ മോണിറ്റൈസേഷൻ നിങ്ങൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ. നമ്മൾ മെറ്റാ വഴിയാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഓൺ ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ എല്ലാ വീഡിയോ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ റൈറ്റ് സൈഡിൽ എല്ലാ വീഡിയോയ്ക്കും ഗ്രീൻ കളർ ഉണ്ടോ എന്ന് നോക്കുക. ഗ്രീൻ ഡോളർ സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ മോണിറ്റൈസ്ഡ് ആണ്, അത് ഓപ്പൺ ആണ്, മോണിറ്റൈസേഷൻ ഓൺ ആണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓട്ടോ ഓൺ ആയിക്കോളും. ഓക്കെ, ജസ്റ്റ് എന്നാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ.
FB പേ അക്കൗണ്ട് സെറ്റപ്പ് ഫിൽ ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേജ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ പേജുകൾ 3 മോണിറ്റൈസ് ആക്കിയെടുത്തു. ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു പേജ് എലിജിബിൾ ആയ ഒരു പേജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹമുണ്ട്, കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ ശ്രീകുട്ടി ചോദിക്കുന്നു, ചേച്ചി ഒരു ഡൗട്ട്, കുറേ ആയിട്ട് എനിക്ക് ഇൻസ്റ്റയും ആഡിലും റീൽസിലും ഏണിങ് കാണിക്കുന്നില്ല. അത് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ എനിക്ക് പോലും അങ്ങനെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ഈ ഇഷ്യൂ. കുറച്ചെല്ലാം ഏണിങ്സ് കയറുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും ഇല്ല, റീൽസിൽ ഇടയ്ക്ക് മാത്രം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് റീൽസിൽ നിന്ന് ഇപ്പം അത്യാവശ്യം വ്യൂവും റവന്യൂവും കയറുന്നുണ്ട്. എനിക്ക് ഇന്നലെ പോലും നമ്മുടെ വോക്ക് വിത്ത് സിസി എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടല്ലോ, ആ പയ്യൻ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഈ ഷോർട്സ് വീഡിയോസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, നിങ്ങളിടുന്ന ലോങ് വീഡിയോയേക്കാളും നിങ്ങൾക്ക് റവന്യൂ പക്ഷേ നിങ്ങൾക്ക് റീൽസിൽ നിന്നും ഷോർട്സിൽ നിന്നും ഒക്കെ ആയിരിക്കും കയറുന്നത്. കൂടുതലെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയായാലും ഞാൻ ഇതിനു മുന്നേ നിങ്ങൾക്ക് പ്രൂഫ് സഹിതം കാണിച്ചിട്ടുണ്ട്. ഒരു 100K എൻ്റെ ലോങ് വീഡിയോയ്ക്ക് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു $10 എന്തായാലും കിട്ടുമായിരുന്നു അതിന്. ഇപ്പോൾ ഒരു 150K 200K ആയാൽ പോലും എനിക്ക് കിട്ടുന്ന $3 അല്ലെങ്കിൽ $4. ശരിക്കും വിഷമം വരും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇത്രയാണല്ലോ കിട്ടുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമം വരും. പക്ഷേ അതേസമയം റീൽസ് നമുക്ക് വലിയ പാടൊന്നുമില്ല. ഈ ലോങ് വീഡിയോ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു 3 പീസ് ആക്കിയിട്ട് ഞാൻ 3 റീൽസ് ഇടും. ഇതിനകത്ത് കിട്ടിയതിനേക്കാളും പൈസ ആ റീൽസിൽ കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇപ്പം അവരുടെ ഷോർട്സ് വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ അത് മാത്രമല്ല, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീൽസിന് മോണിറ്റൈസേഷൻ വന്നതിന് ശേഷമാണ് ഈ ലോങ് വീഡിയോയ്ക്കുള്ള റവന്യൂ അവർ തീർത്തും കുറച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി ലോങ് വീഡിയോയ്ക്ക് പഴയ പോലെ വരുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. എങ്കിലും നിങ്ങൾ റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക, അതിന് അത്യാവശ്യം $1 കയറുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട്, ജിത്തു ജേണി ചോദിക്കുന്നുണ്ട്, ചേച്ചി ബോണസ് റീൽസിൻ്റെ ഇൻകം ആണോ? ബോണസ് ലഭിച്ചാൽ അത് മെയിൻ ഇൻകത്തിൽ നിന്ന് കുറയുമോ? നോ, ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഇൻകത്തിൽ നിന്ന് കുറയുന്ന സാധനമില്ല. നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് ബോണസ് കിട്ടുന്നല്ലോ, അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ റവന്യൂന്ന് പിടിച്ചിട്ട് അവർ തരുന്ന സാധനം അല്ല ബോണസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ പേജിന് കിട്ടുന്ന മൊത്തത്തിലുള്ള റിയാക്ഷനിൽ നിന്ന് അവർ ബോണസ് തരുവാണ്. അതായത് ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ അതും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റീൽസ് അതിൽ പെടത്തില്ല. നമ്മുടെ ലോങ് വീഡിയോസ്, നമ്മുടെ ഫോട്ടോസ്, ടെക്സ്റ്റുകൾ, അങ്ങനെ എല്ലാ സംഭവത്തിനകത്തും നമുക്കിപ്പോൾ ബോണസ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോകൾക്കും, അതായത് നമ്മൾ പിക്ചർ ഇടുന്നതിനും ഇപ്പം നമുക്ക് ബോണസ് വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് ലോങ് വീഡിയോക്കും ടെക്സ്റ്റുകൾക്കും മാത്രമേ ഒരു ബോണസ് പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഫോട്ടോകൾക്കും നല്ല ഫോട്ടോസൊക്കെ നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല റിയാക്ഷൻ, അതിന് കുറേ ലക്ഷങ്ങൾ ലൈക്സും വ്യൂസും ഒക്കെ വന്നിട്ടുള്ള പിക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ ഷെയർ പോയിട്ടുണ്ട്, കുറേ കമൻറ്റ്സ് ആ ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് റവന്യൂ കയറും. ദാറ്റ് മീൻസ് ബോണസ് ആയിട്ട് കയറും. ആ ബോണസ് ഈ മെയിൻ ഇൻകം തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അത് പ്ലസ് ബോണസ് ആണ് കേട്ടോ. നിങ്ങളുടെ മെയിൻ ഇൻകം പ്ലസ് ആണ് ബോണസ് കിട്ടുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് എടുത്തിട്ടല്ല നമുക്ക് ബോണസ് തരുന്നത്. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ബോണസ് സെപ്പറേറ്റ് ആണ് ഓൾവേസ്. ബട്ട് ബോണസ് വരുന്നത് നമ്മുടെ മെയിൻ ഇൻകത്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് വരും. 100 ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് വരും. ആഡ്സ് ഓൺ റീൽസ് അല്ലാതെ റീൽസ് ബോണസ് വേറെ കിട്ടുമോ? ആഡ്സ് ഓൺ റീൽസ് അല്ലാതെ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾ ഇത്ര മണി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര മണി ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ നിങ്ങൾക്ക് റീൽസിൽ നിന്ന് ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ എക്സ്ട്രാ തരും എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്ഷൻ അല്ല, ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതനുസരിച്ച് വീഡിയോ ഇട്ട് കൊടുക്കാം. ഓക്കെ, റീൽസ് ഇട്ട് കൊടുക്കാം. അല്ലാതെ മെയിൻ ബോണസ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ നമ്മുടെ ഇപ്പോൾ ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ആ ഓപ്ഷനകത്ത്, ആ ബോണസിനകത്ത് നമ്മുടെ ആഡ്സിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ്റെ ഒന്നും ബോണസ് കിട്ടുന്നില്ല. ബോണസ് എന്ന് പറയുന്ന സംഭവത്തിന് ആഡ്സ് ഓൺ റീലിലുള്ള റിയാക്ഷന് ബോണസ് കിട്ടുന്നതായിരിക്കത്തില്ല. ബോണസിൽ ആഡ്സ് ഓൺ റീൽ ഉണ്ടായിരിക്കുന്നതല്ല. മനസ്സിലായി കാണും.
ഞാൻ ഇങ്ങനെ പിന്നെയും പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമായിരിക്കും. റീൽസ് മെനി ആൻഡ് ബോണസ് മെനി, ഹൗ മെനി റീൽസ് മെനി ബോണസ് മെനി, ഹൗ മെനി ഡേയ്സ് ട്രാൻസ്ഫർ ബാങ്ക് അക്കൗണ്ട് പ്ലീസ് റിപ്ലൈ ചേച്ചി. എനിക്ക് മനസ്സിലാവുന്നു. 20% ആരോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർ ചോദിച്ചേക്കുന്നത് എപ്പം മണി കിട്ടുമെന്നായിരിക്കും. ഈ 22 മുതൽ 25 തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ കിട്ടും. മീൻസ് തലേ മാസത്തെ പിറ്റേ ദിവസം 22-ന് 25-ന് ഇടയ്ക്കാണ് നമുക്ക് സാധാരണ റവന്യൂ വരേണ്ടത്. പിന്നെ ഈ 26 ചിലപ്പോൾ 25 എന്നൊക്കെ പറയുന്നത് സൺഡേ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എങ്കിലും അടുത്ത മാസം 30-നകം എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കും കേട്ടോ. പിന്നെ അടുത്ത ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ആർട്സ് ഓൺ റീൽസ് ഇനേബിൾ ആയിട്ടുണ്ട്, ബട്ട് അതിൽ ഓൺ ആക്കുമ്പോൾ ഏണിങ്സ് 0 മാത്രമേ കാണുന്നുള്ളൂ. അപ്പം കുറേ പേര് ചോദിക്കുന്നത് 2 വീക്സ് ആയി, എല്ലാം ഓക്കെ ആണോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആഡ്സ് ഓൺ റീൽസിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് റവന്യൂ 0 വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഇട്ടേക്കുന്ന മ്യൂസിക് കോപ്പിറൈറ്റ് മീൻസ് കോപ്പിറൈറ്റഡ് മ്യൂസിക് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ പേജിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത മ്യൂസിക് ആയിരിക്കും. മീൻസ് ഞാൻ പറയാം ലൈസൻസ്ഡ് മ്യൂസിക് ആയിരിക്കും, പക്ഷെ അതിൻ്റെ റവന്യൂ നിങ്ങൾക്കായിരിക്കത്തില്ല കിട്ടുന്നത്, അതിൻ്റെ ഓണർക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 കാണിക്കുന്നത്. സാധാരണ നമ്മുടെ ആഡ്സ് ഓൺ റീൽസിൽ കാണിക്കുന്നത് നമുക്ക് റവന്യൂ കാണിക്കുന്നില്ല, തീരെ റവന്യൂ. പിന്നെ അത്യാവശ്യം വ്യൂ കിട്ടിയെങ്കിൽ മാത്രമേ അവർ 0.1 എങ്കിലും കാണിക്കാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം നിങ്ങളുടെ റവന്യൂ മീൻസ് വ്യൂ കയറുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൽ 0 ഇങ്ങനെ നമുക്ക് കൂടിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് കൂടുന്നില്ല, നിങ്ങൾക്ക് നന്നായിട്ട് വ്യൂ ഉള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് റവന്യൂ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇട്ടേക്കുന്ന മ്യൂസിക് കോപ്പിറൈറ്റഡ് മ്യൂസിക് ആയിരിക്കും. അതിന് നിങ്ങൾ ഏൺ ചെയ്യുന്ന മണിയെല്ലാം ആ കോപ്പിറൈറ്റഡ് പേഴ്സൺ ആയിരിക്കും പോകുന്നത്. പക്ഷെ നിങ്ങളുടെ പേജിലും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കോപ്പിറൈറ്റഡ് ഫേസ്ബുക്കിന് ലൈസൻസ് കൊടുത്തേക്കുന്ന മ്യൂസിക് ആയിരിക്കും. നിങ്ങളുടെ പേജിന് ഒരു പ്രോബ്ലം വരത്തില്ല, പക്ഷെ റവന്യൂ വന്നിട്ട് അതിൻ്റെ ഓണർക്കായിരിക്കും പോകുന്നത് കേട്ടോ. അതാണ് സംഭവം. അടുത്തത്, ഹായ് ചേച്ചി, എൻ്റെ ഫേസ്ബുക്ക് വീഡിയോസ് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു, 1 മില്യൺ വ്യൂ ഒക്കെ ചില വീഡിയോസിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ സ്റ്റാർസ്, ആർട്സ് ഓൺ റീൽസ്, ബോണസ്, സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ 4 ഫീച്ചർ മോണിറ്റൈസ് ആയി ഡോളർ കയറുന്നുണ്ട്. ബട്ട് ഇൻസ്റ്റയും ആഡ്സ് മാത്രം മോണിറ്റൈസ് ആകുന്നില്ല. അവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി എന്ന് കാണിക്കുന്നു. എന്താണ് ചെയ്യുക? എല്ലാവർക്കും ഉള്ള പ്രശ്നം അതാണ് കേട്ടോ. എൻ്റെ ഒരു പേജ് മോണിറ്റൈസ് ആയി ആർട്സ് ഓൺ റീലിൽ നന്നായിട്ട് റവന്യൂ കിട്ടുന്നുണ്ട്, പക്ഷേ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ എന്തെങ്കിലും എറർ ആയിരിക്കും. ഞാൻ എൻ്റെത് മാത്രം കണ്ടന്റാണ് ഇടുന്നത്, ഞാൻ വേറെ ഒരിടത്തുനിന്നും മ്യൂസിക് എടുത്തില്ല, ഒന്നും എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് 100% പറയാൻ പറ്റും അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആഡ്സ് ഓൺ റീലിൽ നല്ലതായിട്ട് റവന്യൂ കിട്ടുന്നുണ്ട്, പക്ഷേ ലോങ് വീഡിയോയിൽ റവന്യൂ കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ആ പേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമ്മളും മറ്റുള്ളവരുടെ കണ്ടന്റ് ഒന്നും എടുത്തിട്ടില്ല, കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. കുറച്ച് ചിലപ്പോൾ അവർ ഇത്ര ടൈം തന്നിട്ടുണ്ടായിരിക്കും, ഇന്ന ദിവസം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ട് മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറഞ്ഞ് വന്നാണെങ്കിൽ ഇത്ര ദിവസം എന്ന് പറഞ്ഞ് കാണിക്കും. അല്ല നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ പോളിസി ഇഷ്യൂ തന്നെയാണ്, അത് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ട്രൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ചിലപ്പം അവർ റാൻഡംലി ഓരോരുത്തരെയും ചെക്ക് ചെയ്തിട്ട് ശരിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിയായി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എത്ര നാൾ കൊണ്ടാണ് നമ്മൾ ലൈവ് വീഡിയോ ചെയ്യേണ്ടത്? എത്ര ലൈവാണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റിനെ കുറിച്ചുള്ളതാണോ ചോദിച്ചേക്കുന്നത്, ഏത് വീഡിയോ ആണെന്ന് ഓർക്കുന്നില്ല. എൻ്റെ FB റെസ്ട്രിക്ഷൻ മോണിറ്റൈസേഷൻ എന്ന് കാണിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് കാണിക്കേണ്ടത്, അതെങ്ങനെ സോൾവ് ചെയ്യാം, ഒന്ന് കമൻറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പല റീസൺസ് ആണ്. ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ അൺഒറിജിനൽ കണ്ടന്റ് ആണ്, വേറെ ആരുടെയെങ്കിലും കണ്ടന്റ് ഒക്കെ എടുത്തിടുന്നത്, അതൊക്കെയാണ് റീസൺ. പിന്നെ ആ ലൈവ് ഇടുന്ന കാര്യം എത്ര നാൾ ലൈവ് ഇടണമെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. കാരണം നമ്മളുടെ ഓൺ കണ്ടന്റ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ഇടാൻ പറയുന്നത്. അപ്പം അത് എത്ര ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ലൈവ് ഇടുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, നമ്മളുടെ ഓൺ കണ്ടന്റ് ആണ്, നമ്മൾ മോശമായിട്ട് വേറെ ഒന്നും ഇടുന്നില്ല, നമ്മൾ വേറെ ആരുടെയും ഇടുന്നില്ല എന്ന് ഫേസ്ബുക്ക് തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പം ഞാൻ നിങ്ങൾ 100 ലൈവ് ഇടണം അല്ലെങ്കിൽ നിങ്ങളൊരു 50 ലൈവ് ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല.
അത് ഫേസ്ബുക്കിനോടൊന്നും മനസ്സിലാകണ്ടേ, അവരുടെ ഇങ്ങോട്ട് തലയിലോട്ട് കയറിയാലല്ലേ നമുക്ക് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത്ര ലൈവ്. അപ്പം ഇത്ര ലൈവൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പ്രഡിക്ഷനും പറയാൻ പറ്റത്തില്ല. ഇത്ര ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നോ ഇത്ര ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പോവും, അങ്ങനെയൊന്നും ഏത് സമയവും പോകാം, ഏത് സമയവും കിട്ടാം. അതാണ് ഫേസ്ബുക്കിൻ്റെ ഒരു കാര്യം കേട്ടോ. അടുത്തത് നാരായണൻ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ എന്നാണ് വരുന്നത്? അതിൽ പോളിസി ഇഷ്യൂ എന്നെ കാണിക്കുന്നുള്ളൂ, അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എന്താണ് കാരണം എന്ന് അറിയാൻ. അത് അറിയില്ലല്ലോ എന്താണെന്ന്. സാധാരണ അങ്ങനെ പോളിസി ഇഷ്യൂ വരുമ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് മെറ്റാ ബിസിനസ് സ്യൂട്ടിലാണ് കേട്ടോ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇഷ്യൂ എന്ന് കാണിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടേത് കാണിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ബോണസ് കാണിക്കുന്നുണ്ട്, പക്ഷെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതെന്താണ് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അതൊക്കെ എന്തായാലും ബോണസിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ വരേണ്ടത്. അത് വരാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിൻ്റെ എന്തെങ്കിലും. കാരണം ഇങ്ങനെ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഹൈ നമുക്ക് ഇൻ്റർനെറ്റ് ഉള്ള ഒരു സ്ഥലത്തിരുന്ന് വേണം നമ്മൾ ട്രൈ ചെയ്യാൻ കേട്ടോ. കാരണം ഇതിനൊക്കെ ഭയങ്കര നല്ല മീൻസ് നമുക്ക് ചതിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും വരാതിരിക്കാൻ അവർ പ്രത്യേകം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പറയുന്നുണ്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ വളരെ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഫോണിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ തീർച്ചയായിട്ടും വരേണ്ടതാട്ടോ. വീഡിയോയുടെ ലെങ്തും കൂടി പോകുന്നുണ്ട്, എനിക്ക് തൊണ്ടയും വേദനിക്കുന്നുണ്ട് പറഞ്ഞു. ഫേസ്ബുക്ക് മെറ്റാ ഇൻവോയ്സ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും എത്രയും പെട്ടെന്ന്. മെറ്റാ ഇൻവോയ്സിനെ കുറിച്ചും ഇനി എന്താ, ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ടോപ്പ് ഫാൻ ബാഡ്ജ് ഒരു വീഡിയോ ചെയ്യുമോ? ടോപ്പ് ഫാനിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, അടുത്ത ദിവസം ഇനി ചെയ്യാം. ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വൈകാതെ. ഫേസ്ബുക്ക് ഏണിംഗ് ഡിസ്പ്ലേ എറർ ആർക്കെങ്കിലും ഉണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് എറർ വരും കേട്ടോ, അതിന് നിങ്ങൾ പേടിക്കേണ്ട. ഈ ഫേസ്ബുക്ക് ഏണിങ്സിൽ എറർ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഹോൾഡ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ അതിൻ്റെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. എറർ വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റം മീൻസ് ഫേസ്ബുക്കിൻ്റെ തന്നെ സിസ്റ്റം അപ്ഡേറ്റഡ് ആക്കുമ്പോൾ, അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അവരുടെ അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോഴായിരിക്കും നമ്മളെ മൊത്തം എററാകും. ചില സമയത്തൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, അതെല്ലാം ശരിയായി വരും. ഒരാൾ ചോദിച്ചു, ചേച്ചി എൻ്റെ ഫേസ്ബുക്ക് റീൽസ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയിട്ട് കിടക്കുകയാണ്, കോപ്പിറൈറ്റ് വന്ന വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, തിരിച്ചു കിട്ടുന്നില്ല, അതെന്തായിരിക്കും ചേച്ചി ഇഷ്യൂ ഉള്ളതെന്നൊക്കെ ഒന്ന് കയറി നോക്കി. അതിലൊക്കെ നോ ഇഷ്യൂ എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ സംഭവം തിരിച്ചു കിട്ടുന്നില്ല. അതെന്തായിരിക്കും? നിങ്ങൾ എത്ര നാളായി അപ്ലൈ ചെയ്തിട്ട്? മീൻസ് മോണിറ്റൈസേഷൻ എല്ലാം വീഡിയോയും ഡിലീറ്റ് ചെയ്ത ഏറ്റവും കുറഞ്ഞ 3 മാസം അവർ പറയുന്നത് കേട്ടോ. ഏറ്റവും കുറഞ്ഞ 3 മാസത്തിനുള്ളിൽ അവർ ശരിയാക്കി തരും. നിങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 3 മാസമെങ്കിൽ ഏറ്റവും കുറഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് നാളെ കിട്ടുമെന്നൊന്നും പറഞ്ഞിരിക്കല്ലേ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ തന്നെ ഓൺ കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കാം. എൻ്റെ മോണിറ്റൈസേഷനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു കിട്ടിയത്. സത്യം പറയാമല്ലോ, എൻ്റെ മെയിൻ പേജിൻ്റെ കുറച്ച് നാളുകൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോ മ്യൂസിക് ഒക്കെ വെച്ച് പാട്ട് പാടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ പോയിട്ട് എങ്കിലും ഞാൻ ഇട്ടുകൊണ്ടിരുന്നു. ആ മോണിറ്റൈസേഷൻ പോയ സമയത്തൊക്കെ എൻ്റെ വീഡിയോസൊക്കെ 2, 3, 4 ലക്ഷം റീച്ച് ചെയ്തിട്ടുണ്ട്. 1 പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അതിനൊന്നും. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ പറഞ്ഞ പോലെ ഓൺ കണ്ടന്റുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് എനിക്കിതുപോലെ എൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിന് പേടിക്കണ്ട, നമ്മൾ ഡിലീറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമൊന്നും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നമ്മൾ ഇട്ടുകൊണ്ടിരുന്നോളൂ, വീഡിയോ ഇട്ടുകൊണ്ടിരുന്നോളൂ, നമുക്ക് കിട്ടും എപ്പോഴെങ്കിലും. ഫേസ്ബുക്കിലെ വീഡിയോ റേഷ്യോ മാറിയോ? ഇപ്പോൾ 1:1 അല്ലേ? ഒന്ന് പറഞ്ഞു തരുമോ? റേഷ്യോ മാറിയിട്ടില്ലല്ലോ ഫേസ്ബുക്കിൽ. ഓൾവേസ് അങ്ങനെ ഇങ്ങനെ പ്രത്യേകിച്ചൊരു റേഷ്യോ ഒന്നും ഫേസ്ബുക്കിനില്ല കേട്ടോ. ഫേസ്ബുക്കിന് ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 9:16 റേഷ്യോ ഇല്ല ഫേസ്ബുക്കിൽ വീഡിയോ ഇടുമ്പോൾ റീച്ച് ചെയ്യുന്നത്. 9:16. അത് നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ അത് തിരിച്ച് 16:9 നമ്മൾ യൂട്യൂബിലിടുന്നത്. യൂട്യൂബിലാണെങ്കിൽ 9:16 ഇട്ടാലും റീച്ചൊക്കെ ചെയ്യുമെങ്കിലും കാണാനൊരു ഭംഗി നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ 1:1 ഇട്ടാലും വീഡിയോ ഒക്കെ ഓടും. പക്ഷേ എപ്പോഴും 9:16 നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ ശ്രമിച്ചോളൂ. 9:16 അല്ലെങ്കിൽ
4:5 റേഷ്യോയിൽ നിങ്ങൾ വീഡിയോ ഇടാൻ ശ്രദ്ധിച്ചോളൂ. നന്നായിട്ട് നിങ്ങളുടെ വീഡിയോ റീച്ച് ചെയ്യും കേട്ടോ. പിന്നെ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂ, പേജ് ഈസ് റിസ്ക്. ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒത്തിരി നിങ്ങളുടെ പേജിന് എന്തൊക്കെയായിരിക്കും ഇഷ്യൂ വരാൻ കാരണം അതൊരു 3-4 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടു. എനിക്ക് ശരിക്കും പറയാൻ വയ്യ, തൊണ്ട വേദനിക്കുക. ഡിലീറ്റ് ആക്കിയിട്ടും ഡിലീറ്റ് ആകുന്നില്ല. എന്താ വീഡിയോസ് ആണോ ഡിലീറ്റ് ആക്കിയിട്ടും ഡിലീറ്റ് ആകാത്ത? ഫേസ്ബുക്ക് കോപ്പിറൈറ്റ് വന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കും, പേജ് സേഫ് ആയിരിക്കും എന്നുള്ള വീഡിയോയിലാണ് ഇട്ടേക്കുന്നത്. ഡിലീറ്റ് ആക്കിയിട്ടും ഡിലീറ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിലീറ്റ് ആക്കിയത്? നിങ്ങൾ മെറ്റാ ബിസിനസ് ഡ്യൂട്ടി പോയിട്ടാണോ ഡിലീറ്റ് ആക്കിയത്? അതിനെക്കുറിച്ച് ഇട്ടുതരാം കേട്ടോ. അടുത്തത്, ഷോർട്സ് വീഡിയോ മാത്രം ഇട്ടാൽ മോണിറ്റൈസേഷൻ കിട്ടില്ല അല്ലേ, ഒന്ന് പറയാമോ എന്ന്. ഫേസ്ബുക്കിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോ മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. ഇൻസ്ട്രീമിനും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. യൂട്യൂബ് പോലെയല്ല, ഫേസ്ബുക്കിൽ നിങ്ങൾ റീൽസ് ഇട്ട് കഴിഞ്ഞാലും റീൽസിൽ കിട്ടുന്ന വാച്ച് അവർ നമ്മളുടെ ലോങ് വീഡിയോയിൽ മോണിറ്റൈസേഷന് വേണ്ടി അവർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്, ചെയ്യും. നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇടണം. ഷോർട്ട് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് വാച്ച് അവർ എല്ലാം കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 60 ഡേയ്സിൽ നിങ്ങളൊരു 5 വീഡിയോ മസ്റ്റായിട്ട് നിങ്ങളുടെ പേജിൽ ഉണ്ടായിരിക്കണം. ഷോർട്ട് വീഡിയോയിൽ അവേഴ്സ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ വേണ്ടി എടുക്കും, പക്ഷേ മിനിമം 5 വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് 90 ഡേയ്സിൽ മിനിമം നിങ്ങൾക്ക് 5 ലോങ് വീഡിയോസ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അല്ലാതെ ലോങ് വീഡിയോയിൽ ഉള്ള അവേഴ്സ് മാത്രമേ എടുക്കത്തുള്ളൂ, അങ്ങനെയില്ല. ഷോർട്ട് വീഡിയോയിൽ അവേഴ്സും വാച്ച് അവറും എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഇനി കുറേ മെസ്സേജുകളുണ്ട്. എനിക്കിനി വയ്യ, കാരണം ത്രോട്ട് ഭയങ്കര പെയിൻ എനിക്ക്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് സൈനിങ്. ബൈ.